പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും കണ്ണു തുറന്ന ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്കേ. ദിവ്യകാരുണ്യമായി കരുണ തന്നെയായ കർത്താവ് ഇതാ ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിന്നെ സകല ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും വിമോചിപ്പിച്ച് വീണ്ടെടുക്കാൻ കഴിവുള്ള കർത്താവിനെയാണ്. നിന്റെ മനസ്സും നിന്റെ ചിന്തകളും നിന്റെ വൈകാരികതകളൊക്കെ ഒത്തിരിയേറെ നിന്നെ ഈ നിമിഷങ്ങളിൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകാം. ചില തീരുമാനങ്ങൾ എടുക്കാൻ നീ ഒത്തിരി സങ്കടപ്പെടുകയും സംഘർഷങ്ങളിലൊക്കെ കടന്നു പോകുന്നുണ്ടാകാം. തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത മക്കൾ ഇതിനകത്തുണ്ട്. വിശുദ്ധ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ പാപത്തിൽ കടന്ന് അസ്വസ്ഥപ്പെടുന്നവരുണ്ട്. ചിലതൊക്കെ നിർത്തണം, ഉപേക്ഷിക്കണം, എന്നേക്കുമായി ചില ബന്ധങ്ങളോട്, അവിശുദ്ധ ബന്ധങ്ങളോട് വിട പറയണം എന്നൊക്കെ തീരുമാനമെടുത്തിട്ടും പറ്റാതെ ഭാരപ്പെടുന്നവർ ഇതിനകത്തുണ്ടാകാം. ചില ദുശീലങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും പുറത്തു വരണം എന്നാഗ്രഹിക്കുന്നവർ ഇതിനകത്തുണ്ടാകാം. വർഷങ്ങളായി ചില ജഡിക ഭാവങ്ങളിൽ കിടക്കുന്ന മക്കള്, ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മക്കള്, ബ്ലൂ ഫിലിം, സ്വയംഭോഗം, സ്വവർഗരതി, വ്യഭിചാര ചിന്തകള്, മ്ലേച്ഛതകള്, ഇതുപോലുള്ള പാപത്തിലൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടതുപോലെ കിടക്കുന്ന മക്കളുണ്ട്. പറ്റണില്ലെന്നാ പറയുന്നത്. ചില ഈജിപ്തിന്റെ അടിമത്തങ്ങള് ചില ജീവിതങ്ങളെ എപ്പോഴും ഇങ്ങനെ അടിമയാക്കി വെച്ചിരിക്കുക. വൈകാരികമായ അടിമത്തത്തിന്റെ ആ ബന്ധനാവസ്ഥയിൽ കഴിയുന്നവര് പുറത്തു വരണ്ടേ? സ്വർഗീയ കാണാനല്ലേ നമ്മുടെ ലക്ഷ്യം. ഇന്ന് ഈ നിമിഷം പുറപ്പെടാൻ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ സ്വർഗം തന്റെ കൃപ നമ്മുടെ മേൽ വർഷിക്കും. തീരുമാനങ്ങളുടെ മേലാണ് ദൈവം തന്റെ കൃപ വർഷിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കുമ്പസാരം കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം പറയും, ദൈവമേ, ഇനിയൊരു പാപം ചെയ്ത് നിന്നെ വേദനിപ്പിക്കുന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനാണ്. ഇറ്റ്സ് എ ഡിസിഷൻ. ആ തീരുമാനം പറയുന്നിടത്താണ് ആ കൃപ വർഷിക്കപ്പെടുന്നത്. വലിയ കൃപ നമ്മുടെ മേൽ ഇറങ്ങി വരും. പ്രാർത്ഥിക്കാൻ, ദൈവമേ, ചില അടിമത്തങ്ങൾ ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും പിഴുതെറിയേണ്ടതുണ്ട്. ചില സ്വകാര്യ പാപത്തിന്റെ മേഖലകൾ, ചില മ്ലേച്ഛ പാപങ്ങൾ, ചില ദുശീലങ്ങൾ, മദ്യപാനം, ലഹരി, ഇതൊക്കെ ചില സ്വാധീന വലയങ്ങൾ, ചില പാപ കൂട്ടുകെട്ടുകൾ, പാപകരമായ കൂട്ടുകെട്ടുകളുണ്ട്. എന്ന് പറഞ്ഞാൽ പാപത്തിലേക്ക് തന്നെ, അശുദ്ധിയിലേക്ക് തന്നെ നമ്മളെ ഇങ്ങനെ നിർബന്ധിക്കുന്ന, വലിച്ചിഴയ്ക്കുന്ന ചില കൂട്ടുകെട്ടുകളുണ്ട്, ചില സൗഹൃദങ്ങളുണ്ട്. മക്കളെ വെട്ടിമാറ്റണമെന്നാണ് കർത്താവ് പറയുന്നത്, ഉപേക്ഷിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. ആ ഈജിപ്തിന്റെ സുഖത്തെ തള്ളിക്കളയാതെ സ്വർഗീയ കാണാൻ അനുഭവം കിട്ടില്ല. നിന്റെ തന്നെ ചില സ്വാർത്ഥ താല്പര്യങ്ങളാകാം, നിനക്ക് തന്നെ ചില സ്വകാര്യ സന്തോഷം സമ്മാനിക്കുന്ന ചില ഇടങ്ങളോ വ്യക്തികളോ സാഹചര്യങ്ങളോ അനുഭവങ്ങളോ ഒക്കെ ആകാം. വെട്ടിമാറ്റേണ്ടത് മുഴുവനും വെട്ടിമാറ്റാൻ, വേരോട് പിഴുതെറിയാൻ തയ്യാറാകുന്നിടത്ത് പുറപ്പെടാൻ നമുക്ക് പറ്റും. അല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ കിടക്കുള്ളൂ. തീരുമാനമെടുത്തേ. എന്നെ ശ്രമിക്കുന്ന മക്കള്, ഏതെല്ലാം അടിമത്തങ്ങളാണ് മക്കളെ നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്നത്? വൈകാരിക അടിമത്തങ്ങളാണോ? ചിലരൊക്കെ ഇങ്ങനെ തൊട്ടാവാടി സ്വഭാവം, എത്ര പറഞ്ഞപ്പോ സങ്കടപ്പെടുന്നവരുണ്ട്. ചെറിയ കാര്യങ്ങളോട് തമ്മിൽ ഭയം വേട്ടയാടുന്ന മക്കളുണ്ട്. മരണഭയം പോലെയുള്ള ഭയത്തിൽ കഴിയുന്നവരുണ്ട്. ചില ചെറിയ രോഗങ്ങൾ വരുമ്പോഴേ മരിക്കോ 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 എന്നുള്ള ചിന്തകളാൽ വേട്ടയാടപ്പെടുന്ന ജീവിതങ്ങളുണ്ട്. മരണഭയം, അതിന്റെ അടിമത്തത്തിൽ കഴിയുന്നവർ. പെട്ടെന്നിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുള്ള മക്കൾ, അമിതമായ ദേഷ്യ സ്വഭാവമുള്ളവർ. അറിയില്ല, അച്ഛാ ദേഷ്യം വരുമ്പോൾ അറിയില്ല എന്നാ ചെയ്യുന്നത്, എന്താ പറയുന്നത്, എനിക്ക് തന്നെ അറിയില്ലെന്നാ പറയുന്നത്. ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന, അടിമത്തത്തിൽ കിടക്കുന്നവരുണ്ട്. നിരാശയ്ക്ക് അടിമപ്പെട്ടു പോയ മക്കൾ, ആകുല ചിന്തകളാൽ നിരന്തരം വേട്ടയാടപ്പെടുന്നവര്,
നെഗറ്റീവ് ചിന്തകൾ എപ്പോഴും സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കൾ, വെറുപ്പിലും വിദ്വേഷത്തിലൊക്കെ കഴിയുന്നവർ, ക്ഷമിക്കാൻ പറ്റാത്ത മക്കൾ, അഹങ്കാരത്തിന്റെ ഇങ്ങനെ കുടുമുടിയിൽ നിൽക്കുന്ന മക്കൾ, എളിമപ്പെടാൻ പറ്റാത്ത അവസ്ഥ, അസൂയ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. തമ്പുരാനെ, എവിടെ നിന്നൊക്കെയാണ് ഞങ്ങൾക്കൊരു വിടുതൽ വേണ്ടത്? നിന്റെ സ്നേഹത്തിൽ നിറയാൻ, നിന്റെ സ്നേഹത്തിൽ സഞ്ചരിക്കാൻ, ആ സ്നേഹത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കാൻ തമ്പുരാനെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വെട്ടിമാറ്റേണ്ടത്, പിടിതെറിയേണ്ട പലതുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പല കളകളും ഞങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുക. തമ്പുരാനെ, കളകൾ പറിച്ചു കളയാനുള്ള ഒരു ആർജവത്വം ഞങ്ങൾക്ക് തരണമേ, ഒരു ബലം ഞങ്ങൾക്ക് തരണമേ, നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. 1 സാമുവേൽ അതിന്റെ 12-ാം അധ്യായം 20 മുതലുള്ള വചനങ്ങൾ. സാമുവേൽ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ ഈ തിന്മകളെല്ലാം ചെയ്തു. ഇന്നലകളിൽ നമ്മൾ ചെയ്തതെ കുറിച്ചൊന്നും നമ്മളെ കുറ്റപ്പെടുത്തണ്ട. നിങ്ങൾ ഈ തിന്മകളെല്ലാം ചെയ്തു, എന്നാലും കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്നും പിന്മാറരുത്. പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ സേവിക്കുവിൻ. നിങ്ങൾക്ക് ഉപകരിക്കാത്തതും നിങ്ങളെ രക്ഷിക്കാൻ കഴിവില്ലാത്തതുമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയരുത്, അത് വ്യർത്ഥമാണ്. നിങ്ങൾക്ക് ഉപകാരമില്ലാത്തതും നിങ്ങളെ രക്ഷിക്കാൻ കഴിവില്ലാത്തതുമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയരുത്, അത് വ്യർത്ഥമാണ്. തമ്പുരാനെ, സ്വർഗത്തിലേക്ക്, സ്വർഗീയ അനുഭവത്തിലേക്ക് ഞങ്ങളെ തിരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് തരാൻ പറ. വിശുദ്ധിക്ക് പ്രതിഫലം ഉണ്ടെന്ന് നിവചനത്തിൽ പറഞ്ഞല്ലോ. ആ അനുഭവങ്ങൾ ഞങ്ങൾക്ക് തരാൻ പറ. സ്നേഹത്തിന്റെ അനുഭവങ്ങൾ സമ്മാനിക്കാൻ പറ. ദൈവസ്നേഹത്തിന്റെ ഇങ്ങനെ അനുഭവങ്ങളിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുക. എല്ലാ അടിമത്തങ്ങളിൽ നിന്നും പുറത്തു വരാൻ ദൈവമേ നീ എന്നെ സഹായിക്കാൻ പറ. കരങ്ങൾ 2 ഈശോയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. കണ്ണു തുറന്ന് കർത്താവിനെ കാണാം. വലിയ ദാഹത്തോടെ, വലിയ സ്നേഹത്തോടെ താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഇന്നലെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, അടിമത്തത്തിന്റെ മുഖം പേറുന്ന എല്ലാ മക്കൾക്കും വേണ്ട വിടുതൽ നൽകണമേ. ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥ, ക്ഷമിക്കാൻ പറ്റണില്ല, അതുപോലെ ബന്ധിക്കപ്പെട്ട ചില ജീവിതങ്ങൾ, സാത്താൻ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്ന ജീവിതങ്ങളെ തമ്പുരാനെ നീ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല കെട്ടുകളെ നീ അഴിച്ചു വിടണമേ. സ്വാതന്ത്ര്യം നൽകണമേ, സ്വാതന്ത്ര്യം നൽകണമേ. പുറപ്പെടാൻ തക്ക വിധത്തിൽ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു തന്റെ ജീവൻ കൊടുത്ത്, ആമേൻ, എന്നെ അവൻ വീണ്ടെടുത്തു. എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിച്ച് പാടി. തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. യേശുവിന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. ഇനി പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാൽ സാത്താനെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാം. സാത്താനെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാം. കർത്താവേ, നിന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു
ഞങ്ങളുടെ ഹൃദയത്തെ ഭരിക്കുന്ന എല്ലാ തിന്മയായിട്ടുള്ളതിനെയും നിന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആന്തരിക മുറിവുകൾ, ഞങ്ങളുടെ മനസ്സിനേറ്റ മുറിവുകൾ, കർത്താവ് സൗഖ്യം കിട്ടാതെ കിടക്കുന്ന ജീവിതത്തിന്റെ എല്ലാ മുറിവുകളിലേക്കും നിന്റെ പരിശുദ്ധ രക്തം തളിച്ച് ഞങ്ങൾ വിടുതൽ പ്രഖ്യാപിക്കുന്നു. കർത്താവേ, കുഞ്ഞുനാൾ മുതൽ ഇന്നോളം അനുഭവിച്ച ദുഃഖങ്ങള്, സങ്കടങ്ങള്, സംഘർഷങ്ങള്, ദുഃഖദുരിതങ്ങള്, വേദനകള്, ഒറ്റപ്പെടലുകള്, തിരസ്കരണങ്ങള്, സ്നേഹം നിഷേധിക്കപ്പെട്ട ജീവിതത്തിന്റെ നൊമ്പരങ്ങള്, അതിലേക്കെല്ലാം ദൈവമേ നിന്റെ പരിശുദ്ധ രക്തം തളിക്കണമേ. രോഗികളായി തീർന്ന എല്ലാ മക്കൾക്കും വേണ്ട സൗഖ്യം നൽകണമേ. ശരീരത്തിനും മനസ്സിനും വേണ്ട സൗഖ്യം നിന്റെ പരിശുദ്ധ രക്തത്താൽ നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം വിട്ടുകുത്തുന്നു. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേക പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ സമർപ്പിക്കട്ടെ. തമ്പുരാൻ കരുണ കാണിക്കുന്നവനാണല്ലോ. നമ്മുടെ ദൈവം കരുണാനിധിയായ ദൈവമാണല്ലോ. പ്രാർത്ഥിക്കുക. തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന സമയമാണ്. ദൈവമേ, ലോകമെമ്പാടും എല്ലാ സക്രാരികളിലും എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയുടെ സാന്നിധ്യത്തോട് ചേർന്ന് അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തിൽ ഈ മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമ്പോൾ ഇവരുടെ ജീവിതം, ഇവരുടെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ആശങ്കകൾ, ആഗ്രഹങ്ങളെല്ലാം ആശീർവദിക്കപ്പെടട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഈശോ